രാജേഷ് എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രാജേഷ്, ഇവിടെ കേരളത്തിലെ സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ ശ്രമിക്കുന്നു എന്ന മന്ത്രിയുടെ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് ശ്രീ രാജേഷ് തോന്നുന്നുണ്ടോ? സാറേ, സ്കൂളിലൊന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിക്കരുത്. ആഘോഷങ്ങൾ വീടുകളിലും പള്ളികളിലും ആക്കിയാൽ കുഴപ്പമില്ല. സ്കൂളിൽ എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു? സ്കൂളിൽ കുട്ടികളല്ലേ, അവര് ക്രിസ്മസും ഓണവും ഒക്കെ ആഘോഷിക്കുമല്ലോ. ക്രിസ്മസ് പാപ്പയുണ്ട്, കേക്ക് ദേശീയ ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. പക്ഷെ ഓണം ദേശീയ ആഘോഷം. അവിടെ ഇപ്പൊ വാമനനോ മഹാവിഷ്ണുവിന്റെ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു ദേശീയ ആഘോഷമാണ്, മലയാളിയുടെ പൊതു ആഘോഷമാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആഘോഷിക്കുന്നു. അങ്ങനെയാക്കി മാറ്റിയത്. ക്രിസ്മസ് ഏറെക്കുറെയൊക്കെ അങ്ങനെയല്ലേ? അതിപ്പോ ക്രിസ്ത്യാനികളുടെ മാത്രമാണോ? ക്രിസ്തുദേവൻ അഭിസംബോധന ചെയ്യുന്നത് ലോകത്തെ മുഴുവനല്ലേ? ക്രിസ്ത്യാനികളുടെ ആഘോഷം മാത്രമാണ് ക്രിസ്മസ്. അതെല്ലാ മതവിഭാഗത്തിന്റെ ഒന്നല്ല. എന്നാൽ എല്ലാ കാര്യത്തിലും പിന്നെന്താ ഇവിടെ അങ്ങനെയുള്ള പാർട്ടികൾ ഉണ്ടാവും. CPM ഒരു നയവും ഇല്ലേ? അതുപോലെ മതങ്ങൾക്ക് ഓരോ നയവും ഇല്ലേ? അത് ശരി. അപ്പൊ സ്കൂളിൽ എന്തിനു നടത്തണം ക്രിസ്മസ്? സ്കൂളിൽ എല്ലാ ജാതീയ വിഭാഗങ്ങളും പഠിക്കുന്ന സ്ഥലല്ലേ? അപ്പൊ അവിടെ മറ്റു മതസ്ഥരായ കുട്ടികളുടെ തലയിൽ ഈ ക്രിസ്മസ് അടിച്ചു വെക്കുന്നു എന്നാണോ താങ്കളുടെ ആക്ഷേപം? അതിന്റെ ആവശ്യം എന്ത്? അവന്റെ വീടുകളിൽ ആഘോഷിക്കണം. ക്രിസ്ത്യാനികളുടെ വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കണം. ഇപ്പൊ നമ്മളെ വിളിച്ചാൽ നമ്മൾ പോകും. അല്ലാണ്ട് സ്കൂളിലാണോ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്? ശരി. അത് എന്ത് ന്യായാവസ്ഥ? പക്ഷേ എന്തെല്ലാം ഇവിടെ ഒരു സിസ്റ്റം ഇല്ല. അതുപോലെയല്ലേ പോകേണ്ടത്? ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ സ്നേഹത്തിന്റെ, പങ്കിടലിന്റെ, കരുണയുടെ ഒക്കെ ഒരു തെറ്റെന്ത്? സ്നേഹിച്ചോളൂ. നിങ്ങളെ ഫ്രണ്ട് ഇല്ലേ ക്രിസ്ത്യാനികള്? നിങ്ങൾ അവരെ വീട്ടിൽ വിളിച്ച് നിങ്ങൾ പോയില്ലേ? പിന്നെ സ്കൂളിൽ എന്തിനാ പോകേണ്ട ആവശ്യം? സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനാണ്. അവിടെ ഹിന്ദുക്കളുടെ കുട്ടികളുണ്ട്, മുസ്ലിങ്ങളുടെ കുട്ടികളുണ്ട്, ക്രിസ്ത്യാനികളുടെ കുട്ടികൾ. അവരെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞ കാര്യം നടക്കും. അവനവന്റെ ഗൃഹങ്ങളിൽ ആഘോഷിക്കണം, പള്ളികളിൽ ആഘോഷിക്കണം. അതിനുള്ള ഉത്തർപ്രദേശിൽ വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി. അപ്പൊ സമയക്കുറവുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തർക്കിക്കാനില്ല. പിന്നെ രവി പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രവി, ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ഈ വാദത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഇത് പണ്ട് പുരാനെ തൊട്ടേ ഈ കരോൾ ഗാനങ്ങളും എല്ലാം നമ്മൾ കേട്ട് കണ്ട് കളന്നു പോകുന്നത് നമ്മളെ വീട്ടുകളിലും വരുന്നുണ്ട്. നമ്മൾ ഇതിനെല്ലാം പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് അംഗീകരിക്കുന്നില്ല. ഈ കാണിച്ചത് ഏറ്റവും പന്ന പരിപാടിയാണ് കാണിച്ചത്. അത് ശരിയായ കാര്യമല്ല. ഓരോ ജനങ്ങളെ ഓരോ രാഷ്ട്രീയം പറഞ്ഞാലും വർഗീയത ഉണ്ടാക്കി ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ലാസ്റ്റ് കിട്ടിയ നല്ലൊരു വാക്കാ കിട്ടിയത്. അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. ഇത് ആരെന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ ഭയപ്പെടുത്തുവോ, അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർക്കെതിരെ ആരാണേലും മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. RSS ഇതിന് പുറകിലുണ്ടോ? ഈ ക്രൈസ്തവരുടെ ആഘോഷം സ്കൂളുകളിൽ വിലക്കുന്നതിന് പുറകിൽ സംഘപരിവാർ ഉണ്ടോ എന്ന് ഒക്കെ ഞാൻ യൂട്യൂബിൽ ചർച്ച ചെയ്തു. അപ്പോൾ 46% ആളുകൾ ഉണ്ട് എന്ന നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ 54% ആളുകളും എന്നോട് പറയുന്നത് സംഘ് പരിവാർ ഈ വിഷയത്തിൽ ക്രിസ്മസ് നിരോധിക്കണമെന്നൊരു നിലപാടുള്ളവരല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പോൾ പെർസെൻറ്റേജ്. ഏതായാലും മതത്തിനൊക്കെ അപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പ്രതീക്ഷയുടെയും ഒക്കെ ഒരു ദിനമാണ് ക്രിസ്മസ്. അത് എല്ലാവരിലും നന്മ പടർത്തും എന്ന വലിയ വിശ്വാസമാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ പൊതുവേദിയിൽ കാണും. പക്ഷേ